ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 6-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായി ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 36-ാമത്തെ അധ്യായമാണ്. ഈ 36-ാമത്തെ അധ്യായത്തിൽ രസകരമായിരിക്കുന്ന ഒരു സംഭവം വിവരിക്കുന്നു. ശെലോഫഹാദ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുരുഷൻ താനെ മരിച്ചുപോയി. തനിക്ക് പെൺമക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ആൺമക്കളുണ്ടായിരുന്നില്ല. ഇസ്രായേലിലെ ഭൂനിയമമൊക്കെ അനുസരിച്ച് ആൺമക്കൾക്ക് മാത്രമേ ഭൂമിയിൽ അവകാശമുള്ളൂ, പെൺമക്കൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശെലോഫഹാദിൻ്റെ പെൺമക്കൾ യോശുവയുടെയൊക്കെ അടുക്കൽ വന്നിട്ട് കാര്യം പറഞ്ഞു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ശെലോഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിൽ നിന്ന് മാത്രമേ ആകാവൂ, മറ്റൊരു ഗോത്രത്തിൽ നിന്ന് ആകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവർ വന്ന് പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അപ്പന് ആൺമക്കളുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ പെൺമക്കളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭൂമി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു അവകാശമില്ല. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ വല്ലവർക്കും പോയി കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കണം. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കെയില്ല. അതിൻ്റെ അവകാശം അപ്പൻ്റെ അനിയന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന കസിൻസിനും പുരുഷന്മാർക്ക് മാത്രമാണ്. ഈ വിഷയം യോശുവ ദൈവസന്നിധിയിൽ വെച്ചു. ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ ദൈവം കൊടുത്തതായിരിക്കുന്ന ഉത്തരമാണ്. പറഞ്ഞു, ശെലോഫഹാദിൻ്റെ പുത്രിമാർ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. അവർക്ക് ബോധിച്ചവരെ കല്യാണം കഴിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ: അവരുടെ സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ. സ്വന്തം ഗോത്രത്തിൽ നിന്നുള്ള പുരുഷനെ വിവാഹം കഴിക്കാവൂ. അപ്പോൾ ഈ വിവാഹത്തെ സംബന്ധിച്ച് അതിപ്രധാനമായിരിക്കുന്ന ഒരു പ്രമാണമാണ് ഇവിടെ കാണുന്നത്. വിവാഹം ബോധിച്ചവരെ വേണം കഴിക്കാൻ. ബോധിച്ചവരെന്ന് പറഞ്ഞാൽ തോന്നിയവരെ കഴിക്കാനല്ല, അവർക്ക് കൊള്ളാം, യോഗ്യരാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളെ അവർക്ക് വിവാഹം കഴിക്കാം. പക്ഷേ അതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഏത് ഗോത്രത്തിൽ നിന്നും അവർക്ക് കല്യാണം കഴിക്കാനൊക്കെയില്ല. അവരുടെ സ്വന്തം ഗോത്രത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നുമാണ്. അവരുടെ കസിൻസിനെ ആരെയെങ്കിലും കല്യാണം കഴിക്കാം. കാലങ്ങളിൽ കസിൻസിനെയൊക്കെ കല്യാണം കഴിക്കാൻ അനുവദിക്കുമായിരുന്നു. പുതിയ നിയമത്തിന് സമാനമായിരിക്കുന്ന ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്. 1 അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിധവമാരെ പറ്റി ഒക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം, പക്ഷേ ക്രിസ്തുവിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ക്രിസ്തുവിലുള്ളവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന വിശ്വാസികളെ, വിശ്വാസ കാര്യത്തിൽ സമാനതയുള്ള ആളുകളെ, പൊരുത്തമുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് പാടുള്ളൂ. കാരണം വിവാഹമെന്ന് പറയുന്ന ഒരു ആജീവനാന്ത ബന്ധമാണ്. അത് തലമുറകൾക്ക് ജന്മം നൽകുന്ന ഒരു ക്രമീകരണമാണ്. അത് ക്യാൻസൽ ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു ബന്ധമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന കർശനമായ കൽപ്പനയാണ് കർത്താവ് പോലും പറഞ്ഞത്. അതീവ ശ്രദ്ധയോടെ സ്ഥാപിക്കപ്പെടേണ്ട വിവാഹം ബോധിച്ചതുപോലെ സ്ഥാപിക്കപ്പെടുവാൻ അനുവാദമില്ല. ആത്മീയ പൊരുത്തം അതിലൊഴിച്ചുകൂടാത്ത ഒന്നാണ്. വ്യക്തിത്വത്തിലെ ജന്മപ്രകൃതിയിലെയും പൊരുത്തമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം സുഗമമായി മുന്നോട്ട് പോകൂ. ഇന്നിപ്പോൾ ആളുകൾ പറയുന്നവർക്ക് ബോധിച്ചവരെ കല്യാണം കഴിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതാണോന്നും വിഷയമല്ല, അവർക്കൊന്നും വിഷയമല്ല. ഒരു ചെറുക്കനൊരു പെണ്ണ് വേണം, അത്രേ ഉള്ളൂ. എവിടെ വെച്ചോ, ഓഫീസിൽ വെച്ചോ, ജോലി സ്ഥലത്ത് വെച്ചോ, കോളേജ് വെച്ചോ, സ്കൂളിൽ വെച്ചോ, ചന്തസ്ഥലത്ത് വെച്ചോ, എവിടെ വെച്ചൊക്കെയാലും കണ്ടുമുട്ടി. ശരി, 1, 2, 3 പ്രാവശ്യം കണ്ടുമുട്ടിയാൽ ഇഷ്ടമായി, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ ഇല്ല. ദൈവത്തിൻ്റെ പ്രമാണം അതല്ല. ദൈവം വളരെ ഗൗരവമായിട്ടാണ് ബന്ധമെടുക്കുന്നത്. ശെലോഫഹാദിൻ്റെ പുത്രിമാർക്ക് അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ദൈവം അനുവാദം കൊടുത്തപ്പോൾ വളരെ വ്യക്തമായ പ്രമാണം കൊടുത്തു. സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രമേ, സ്വന്തം ഭവനത്തിൽ നിന്ന് മാത്രമേ ആകാമെന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഈ സ്വത്തുക്കൾ അന്യാധീനമായി പോകും. ഓരോ ഗോത്രത്തിനും കൊടുത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് മറ്റു ഗോത്രത്തിലേക്ക് പോകാനായിട്ട് അനുവാദമില്ല. സ്വന്തം ഗോത്രത്തിൽ പോലും അത് അങ്ങനെ അന്യാധീനപ്പെട്ടു പോകുവാനുള്ളതായിരിക്കുന്ന അനുവാദം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ വിവാഹം വളരെ ഗൗരവമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവം കണ്ടത്. ഇന്ന് നാമും അങ്ങനെ തന്നെ കാണേണ്ടത് ആവശ്യമാണ്. ശെലോഫഹാദിൻ്റെ പുത്രിമാർ വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. അവരെ ചെന്നു. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ മറുസൈഡിലൂടെ അവർ ചിന്തിക്കാനായിട്ട് ഇടയായി. നമ്മളും അങ്ങനെ വേണം. കാര്യങ്ങളുടെ പല വശങ്ങൾ ചിന്തിച്ച് ദൈവജനത്തിൻ്റെ ഉപദേശപ്രകാരം വേണം. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ
ഇസ്രായേൽ മക്കളുടെ ഗോത്രത്വങ്ങളിൽ ഓരോരുത്തരും താൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ശലോഭാദിൻ്റെ പുത്രിമാർ വിവാഹം ചെയ്തു. അവരുടെ കസിൻസിനെയാണ് വിവാഹം ചെയ്തത്. അപ്പം രണ്ട് കാര്യം അവർ ചെയ്തു. ഒന്ന്, അവർക്ക് ഒരു അനീതിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നി. ഞങ്ങൾ പെൺമക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം കിട്ടിയില്ലെന്ന് തോന്നിയപ്പോൾ അവർ നേരെ മോശയോടൊക്കെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. മോശ ദൈവത്തിനൊക്കെ ചെന്ന് കാര്യം പറഞ്ഞു. ദൈവം നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിനടുക്കൽ ഈ കാര്യങ്ങൾ പോകണം. പ്രാർത്ഥന കാര്യങ്ങൾ കൊണ്ടുവെക്കണം. അക്കാലത്തെ നേതൃത്വത്തിനടുക്ക് പോകണം. സഭയുടെ മൂപ്പന്മാരുടെ അടുക്ക് പോകണം. അവരുടെ കാര്യങ്ങൾ പറയണം. ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് കൂടി ആലോചിക്കണം. എന്നിട്ട് അവർ ഉത്തരം കൊടുക്കണം. അതനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. ഇഷ്ടം പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ആ ഇഷ്ടങ്ങൾക്ക് പരിധികൾ ദൈവം വച്ചിട്ടുണ്ട്. ഇഷ്ടങ്ങൾക്ക് നിയമാവലികളും പ്രമാണങ്ങളും ദൈവം വച്ചിട്ടുണ്ട്. അതനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് സെലോഫഹാദിൻ്റെ പുത്രിമാർ നമുക്കൊരു നല്ല മാതൃകയാണ്. നമുക്ക് അനീതി തോന്നിയാൽ, നമ്മോട് നീതി പാലിച്ചില്ലെന്ന് തോന്നിയാൽ നമുക്ക് നേതൃത്വത്തിനൊക്കെ ചെല്ലാനും ദൈവസന്നിധി വയ്ക്കാനും പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.